ഇതുപോലെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രമാണ് അവൾക്ക് വളരെ നേരത്തെ ആ ഒരു ക്യാൻസറിനെ കണ്ടെത്താൻ സാധിച്ചത്. എനിക്ക് വളരെ നന്നായി വരുന്നൊരു പെൺകുട്ടി. അവൾക്ക് കഴിഞ്ഞ ആഴ്ച ബ്രസ്റ്റിൽ ഒരു സർജറി ആയിരുന്നു. ഇതുപോലെ ഒരു വീഡിയോ കണ്ട ശേഷം അവൾ സ്വയം തന്നെ പരിശോധന ചെയ്ത് നോക്കിയപ്പോൾ ഒരു സംശയം. അവൾ ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടറിനും സംശയം തോന്നിയിട്ട് ഒരു സ്കാനിങ്ങിന് കുറിച്ചു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒന്നിലധികം മുഴകൾ. അതിൽ ഒരു മുഴയുടെ കാറ്റഗറി മാറിയിരിക്കുന്നു. അതിനെ റിമൂവ് ചെയ്തതിന് ശേഷം ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി റിപ്പോർട്ട് വന്നു ഇൻഫിൽട്രേറ്റിംഗ് ഡക്ടൽ കാർസിനോമ. അതായത് അതിലെ കോശങ്ങളുടെ സ്വഭാവം മാറിയിരിക്കുന്നു. അതിലെ കോശങ്ങൾക്ക് ഭ്രാന്ത് തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സർജറി കൂടെ വേണം. ബ്രസ്റ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാതെ ആ മുഴയിരുന്ന ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ ആഴത്തിൽ ഹെൽത്തി ടിഷ്യൂടെ റിമൂവ് ചെയ്യണം. അതിനുള്ള സർജറിയാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. പേടിക്കേണ്ട കാര്യമില്ല, കാരണം പ്രാരംഭഘട്ടമാണ്. ആരംഭഘട്ടത്തിലെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അവൾ വളരെ ധൈര്യമായി മുന്നോട്ട് പോകുന്നു. ഇതുപോലെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രമാണ് അവൾക്ക് വളരെ നേരത്തെ ആ ഒരു ക്യാൻസറിനെ കണ്ടെത്താൻ സാധിച്ചത്. ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും അവൾക്ക് പ്രണയപ്പെട്ടതുപോലെ ഈ വീഡിയോ ഉപകരിച്ചേക്കാം എന്നതിനാലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഐ എം ഡോക്ടർ പ്രവിത. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഇതിനെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മാമോഗ്രാം ആണ്. പക്ഷേ ആശുപത്രിയിൽ പോകാതെ തന്നെ സ്വയംസന പരിശോധന വഴി വളരെ നേരത്തെ ഈ ഒരു ക്യാൻസറിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ആരും റെഗുലറായിട്ട് ഇത് ചെയ്തു നോക്കാറില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മാസത്തിൽ ഒരു തവണ ഈ ഒരു സ്വയംസന പരിശോധന ചെയ്തു നോക്കേണ്ടതാണ്. അതല്ല പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയോടോ സഹോദരിയോടോ ഭാര്യയോടോ മകളോടോ സുഹൃത്തിനോടോ ഈ ഒരു പരിശോധന നിർബന്ധമായിട്ടും ചെയ്തു നോക്കാനായി പറയണം. മാസമുറ ഉള്ള സ്ത്രീകളിൽ മാസമുറയുടെ 6-ാമത്തെയോ 7-ാമത്തെയോ ദിവസമാണ് ഈ ഒരു പരിശോധന ചെയ്ത് നോക്കേണ്ടത്. കാരണം ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് ബ്രസ്റ്റിൽ ചേഞ്ചസ് വരാം. അതുകൊണ്ട് തന്നെ അനാവശ്യമായ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു സമയം തന്നെ തിരഞ്ഞെടുക്കാനായി പറയുന്നത്. മാസമുറ കൃത്യമല്ലാത്തവരിലും മാസമുറ നിന്ന സ്ത്രീകളിലും എല്ലാ മാസവും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ഡേറ്റിൽ തന്നെ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. 2 തരത്തിലാണ് ഈ ഒരു സ്വയംസന പരിശോധന ചെയ്ത് നോക്കേണ്ടത്. ഒന്ന് കണ്ടു നോക്കി, ഒന്ന് തൊട്ട് നോക്കി. കണ്ടു നോക്കി ഈ ഒരു പരിശോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ മാറിയതിനു ശേഷം കണ്ണാടിയിൽ നോക്കി നിൽക്കാം. 2 സ്ഥലങ്ങളുടെയും ആകൃതിയും വലിപ്പവും ഒരുപോലെയാണോ, എവിടെയെങ്കിലും തടിപ്പുകളോ മുഴകളോ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ 2 നിപ്പിളും ഒരേ ലെവലിലാണോ, നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ, ബ്ലഡ് പോലെയോ വെള്ളം പോലെയോ അങ്ങനെ എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. നിപ്പിൾ അകത്തേക്ക് വലിഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. നിപ്പിളിന് ചുറ്റുമുള്ള സ്കിന്നിൽ എന്തെങ്കിലും സ്കിൻ ഡിസീസിലൊക്കെ കാണുന്ന പോലത്തെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ബ്രസ്റ്റിൽ ചുളിവുകളോ നുണക്കുഴി പോലുള്ള കുഴികളോ ഉണ്ടെന്നുള്ളത് നോക്കണം. എവിടെയെങ്കിലും ചുവപ്പുകളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം. ഓറഞ്ചിന്റെ സ്കിൻ പോലെയുള്ള എന്തെങ്കിലും അപ്പിയറൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. സ്കിൻ ഡിസീസിലൊക്കെ കാണുന്ന പോലെ ഡ്രൈനസ് പോലെയോ അല്ലെങ്കിൽ ശൽക്കങ്ങൾ പോലെ ഇളകുക അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് നോക്കണം. അലർജിയിലൊക്കെ കാണുന്ന പോലെ എന്തെങ്കിലും റാഷസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്താൽ അത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം തൊട്ട് നോക്കിയുള്ള പരിശോധന ചെയ്ത് നോക്കേണ്ടതാണ്. തൊട്ട് നോക്കിയുള്ള സ്വയംസന പരിശോധന നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നിന്നുകൊണ്ടും ചെയ്യാം, കിടന്നുകൊണ്ടും ചെയ്യാം. ഇതിനായിട്ട് ഇടത്തെ ബ്രസ്റ്റ് പരിശോധിക്കാനായിട്ട് ഇടത്തെ കൈ തലയ്ക്ക് പിന്നിലേക്ക് വെച്ചതിന് ശേഷം വലത്തെ കൈ ഉപയോഗിച്ചിട്ടാണ് പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ വലത്തെ ബ്രസ്റ്റ് പരിശോധിക്കാനായിട്ട് വലത്തെ കൈ തലയ്ക്ക് പിന്നിലേക്ക് വെച്ചതിന് ശേഷം ഇടത്തെ കൈ ഉപയോഗിച്ച് വേണം പരിശോധിക്കാനായിട്ട്. പരിശോധിക്കുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രമല്ല എൻറ്റയർ ബ്രസ്റ്റ് നമ്മൾ പരിശോധിക്കണം. എൻറ്റയർ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ മുകളിൽ കോളർ ബോൺ മുതൽ താഴെ ബ്രസ്റ്റ് ഫോൾഡ് വരെ, നടുക്ക് നെഞ്ചിലെ അസ്ഥിയായ സ്റ്റേർണം മുതൽ കക്ഷം വരെ എൻറ്റയർ ബ്രസ്റ്റ് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. പരിശോധിക്കാനായിട്ട് 3 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നുകിൽ നമുക്ക് സർക്കുലർ ആയിട്ട് വൃത്താകൃതിയിൽ പരിശോധിക്കാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ, അല്ലെങ്കിൽ വെഡ് ഷേപ്ഡ്. ഈ 3 രീതിയിൽ പരിശോധിക്കാം. വൃത്താകൃതിയിൽ എങ്ങനെയാണ് ഈ ഒരു സ്വയംസന പരിശോധന ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്നെങ്കിൽ നിപ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ വൃത്തം വലുതാക്കി ഫുൾ ബ്രസ്റ്റ് കവർ ചെയ്യാം. അതല്ലെങ്കിൽ പുറം ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഉള്ളിലേക്ക് വൃത്താകൃതിയിൽ പരിശോധിച്ച് നിപ്പിൾ വരെ എത്താം. ഈ 2 രീതിയിലും പരിശോധിക്കാം. പരിശോധിക്കുമ്പോൾ വിരലിന്റെ തുമ്പ് ഉപയോഗിച്ചിട്ടല്ല, ഈ 3 വിരലിന്റെ ഈ സോഫ്റ്റ് പോർഷൻ ഉപയോഗിച്ചിട്ടാണ് പരിശോധിച്ച് നോക്കേണ്ടത്. വെറുതെ പ്രസീവ് അല്ല, അതും ഒരു റൊട്ടേഷനിലാണ് പരിശോധിച്ച് നോക്കേണ്ടത്. അവിടെ എന്തെങ്കിലും തടിപ്പുകളോ മുഴകളോ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ആദ്യം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാൽപേഷൻ, അതിനുശേഷം കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കണം. കാരണം ആഴത്തിൽ എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ അത് ഡീപ്പ് പാൽപേഷൻ വഴി കിട്ടുള്ളൂ. അതിനുശേഷം അടുത്തൊരു ഏരിയ, അതിനുശേഷം അടുത്തൊരു ഏരിയ, അങ്ങനെ പാൽപേറ്റ് ചെയ്ത് ഫുൾ ബ്രസ്റ്റ് നമ്മൾ ആ വൃത്താകൃതിയിൽ പരിശോധിച്ച് നോക്കണം നിപ്പിൾ വരെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിപ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ആ വൃത്തം വലുതാക്കി ഫുൾ ബ്രസ്റ്റ് കവർ ചെയ്യാം. കക്ഷം ഒരു കാരണവശാലും വിട്ടുവാൻ പാടില്ല. അതുപോലെ തന്നെ ഈ കോളർ ബോണിന് മുകളിലുള്ള ആ ഒരു ഏരിയ കൂടെ പരിശോധിച്ച് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും തടിപ്പുകളോ മുഴകളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിപ്പിളൊന്ന് സ്ക്യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്രകാരം ഇടത്തെ ബ്രസ്റ്റ് പരിശോധിച്ചതിന് ശേഷം വലത്തെ ബ്രസ്റ്റിലും ഇതുപോലെ തന്നെ ആവർത്തിക്കാം.
ഇനി എങ്ങനെയാണ് കിടന്നുകൊണ്ട് സ്വയംസന പരിശോധന ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലത്തെ ബ്രസ്റ്റ് പരിശോധിക്കാനായിട്ട് വലത്തെ കൈ തലയ്ക്ക് പിന്നിലേക്ക് വെച്ചതിന് ശേഷം വലത്തെ ഷോൾഡറിന് താഴെയായിട്ട് ഒരു പില്ലോയോ ബെഡ്ഷീറ്റോ മടക്കി വയ്ക്കുക. അതിനുശേഷം ഇടത്തെ കൈ ഉപയോഗിച്ച് ഇടത്തെ കൈയുടെ 3 വിരലിൻ്റെ ഈ സോഫ്റ്റ് പാഡ് ഉപയോഗിച്ച് വേണം പരിശോധിച്ച് നോക്കാനായിട്ട്. വൃത്താകൃതിയിൽ പരിശോധിച്ച് നോക്കുക. കക്ഷം ഒരു കാരണവശാലും വിട്ടുപോകരുത്. ഈ കോളർ ബോണിന് മുകളിലുള്ള പോർഷൻ കൂടെ പരിശോധിച്ച് നോക്കാനായിട്ട് വിട്ടുപോകരുത്. ഇപ്രകാരം സ്വയംസന പരിശോധന ചെയ്തതിന് ശേഷം എന്തെങ്കിലും തടിപ്പുകളോ മുഴകളോ കണ്ടു കഴിഞ്ഞാൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം പലപ്പോഴും അപകടകാരികളല്ലാത്ത ഫൈബ്രോഅഡിനോമ വളരെ കോമൺ ആയി കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് ഫർദർ ചെക്കപ്പുകൾ ചെയ്യേണ്ടതാണ്. രേണുസുധയുടെ കേസിൽ 16 വർഷങ്ങൾക്ക് മുന്നേ ഒരു അപകടകാരിയല്ലാത്ത മുഴ കണ്ടെത്തിയെങ്കിലും അതിനുശേഷം അതിൻ്റെ കൃത്യമായ പരിശോധനകൾ ഒന്നും തന്നെ ചെയ്തില്ല. അതുകൊണ്ടാണ് അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് അത് എത്തുന്നത് വരെ ചികിത്സ വൈകേണ്ടി വന്നത്. രേണുസുധിക്കുണ്ടായ ഈ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ജീവനോളം വിലപ്പെട്ട ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നതിനായിട്ട് മാക്സിമം ഷെയർ ചെയ്യൂ. നന്ദി, നമസ്കാരം.